ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഓൾ വെച്ച് അനേബിൾ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പം പറയാൻ പോകുന്നത് നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബെയിലി പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ ബെയിലി പാലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം എന്താണ് ബെയിലി പാലം, എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്, എന്താണ് ഇങ്ങനെ നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്താണ് ബെയിലി പാലം? വലിയ ദുർഘടകമായ ചെരിവുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണ് ബെയിലി പാലം. ഇത് സൈനിക ആവശ്യങ്ങൾക്കാണ് പ്രധാനമായും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. മുൻപ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച ശേഷം അവിടെ വെച്ച് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ബെയിലി പാലം നിർമ്മിച്ചത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലുള്ള റാന്നിയിലാണ്. 36 വർഷം പഴക്കമുള്ള പാലം തകർന്നതോടുകൂടിയാണ് അടിയന്തര ആവശ്യമായി ഈ ബെയിലി പാലം നിർമ്മിച്ചത്. 2 വർഷത്തോളം ആ പാലം ഉപയോഗിക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യമാണ് ഇത്തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നത്. 1996 നവംബർ 8 പത്തനംതിട്ടയിലെ റാന്നിയിൽ ഇത്തരമൊരു പാലം നിർമ്മിച്ചത്. അത് ഏറ്റവും ഉയരത്തിലുള്ള ഒരു പാലമായിരുന്നു. ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമായിരുന്നു അത്. ഇന്ത്യൻ സൈന്യം ഏറ്റവും ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറി നദിക്കും ഇടയിലായാണ് ഇത്തരം ഒരു പാലം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 5602 അടി മുകളിലാണ് ഇത്തരം ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ആ പാലത്തിന് 30 മീറ്റർ നീളവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ആർമിയാണ് ഇത്തരത്തിലുള്ള ഒരു പാലം നിർമ്മിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഇത്തരം പാലങ്ങൾ ധാരാളമായി നിർമ്മിച്ചത്. ആദ്യമായി നിർമ്മിച്ചു തുടങ്ങിയതും ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ സൈനികരാണ് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. 1942 ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ഇത്തരം ഒരു പാലം രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരം പാലങ്ങൾക്ക് ബെയിലി പാലം എന്ന പേര് വന്നത്. ഇത്തരം പാലങ്ങൾ നിർമ്മിക്കാൻ പ്രത്യേക യന്ത്രങ്ങളുടെ ആവശ്യമില്ല. അതുപോലെ ഇവ കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളോ ഉപകരണങ്ങളോ ആവശ്യമില്ല. ചെറിയ പാർട്സുകളായി നിർമ്മിക്കുന്ന ഇത്തരം പാലങ്ങൾ ഭാരം കുറഞ്ഞതും അവ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമുള്ളതുമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്. ഭാരം കുറഞ്ഞ പീസുകളായിട്ട് ഇവ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഇതിന് ക്രെയിനിൻ്റെ ആവശ്യമൊന്നും ഇല്ല. സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കിൽ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ബെയിലി പാലം നിർമ്മാണം. ആവശ്യമനുസരിച്ച് നടപ്പാത നിർമ്മാണം, ചെറിയ പാലങ്ങളുടെ നിർമ്മാണം, വലിയ പാലങ്ങളുടെ നിർമ്മാണമെല്ലാം ഇത്തരത്തിൽ നടത്തി വരുന്നുണ്ട്. കേരളത്തിലെ ദുരന്ത നിവാരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ 2 ദിവസത്തിനകം നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണ് ബെയിലി പാലം. അത് ഇന്ത്യൻ ആർമി വയനാടിനായി സമർപ്പിക്കുകയും ചെയ്തു. അവർക്ക് സ്ഥിരമായ ഒരു പാലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നത് വരെ ഈ പാലം ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.